ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. ശ്രീനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായെന്ന് എനിക്ക് വിശ്വസിക്കാനായി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തെന്നാൽ, കല്യാണത്തിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ്, ഭയങ്കര സ്ട്രെസ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നു. ഞാൻ പോയി തുറന്നപ്പോൾ അത് വേറെ ആരുമല്ല, ശ്രീനി തന്നെയായിരുന്നു. ശ്രീനി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഞാനിങ്ങനെ ഞെട്ടി കണ്ണും തള്ളി നിൽക്കാനുള്ള കാരണം, ശ്രീനി ഒരിക്കലും എനിക്ക് ഫ്ലവേഴ്സ് കൊണ്ടുതരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്ക് ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് യെല്ലോ കളർ. ഇത്രയും ഫ്ലവേഴ്സ് ഒരുമിച്ച് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞാനത് താഴെ വെക്കാതെ കൊണ്ട് നടന്നു. 2 ദിവസം മുന്നേ ഫോൺ എനിക്ക് ഗിഫ്റ്റായി തന്നതുകൊണ്ട് തന്നെ ഇന്നൊരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അതും ഫ്ലവേഴ്സ്. ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ശ്രീനി അതും ഇത്രയും രാവിലെ ഇത് ഷോപ്പിൽ പോയി വാങ്ങിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും റൊമാൻറ്റിക് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്, ശരിക്കും ഞെട്ടി. എക്സൈറ്റ്മെന്റും സന്തോഷവും കാരണം ഞാൻ ആ ഫ്ലവേഴ്സിന്റെ കൂടെ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഗൈസ്. അവസാനം ഞാനത് സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് പോയി. നമുക്ക് ചോറ് വെക്കണം, കറികൾ വെക്കണം, ഇന്ന് സ്പെഷ്യൽ ഡേ അല്ലേ. സോ ഞാൻ ഇന്നൊരു സാമ്പാറും തോരനും ഒരു ചിക്കൻ ഫ്രൈയുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം ഊണെല്ലാം സെറ്റായി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മളൊരു പാലട കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാലട ഉണ്ടാക്കുന്നത്. ബട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ് പാലടയ്ക്ക്. ഫുഡെല്ലാം കഴിച്ച ക്ഷീണത്തിൽ ഞങ്ങൾ നല്ലൊരു ഉറക്കം പാസ്സാക്കി. അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടുത്തെ സിറ്റിയിലേക്കാണ്. ഡണ്ടാൽക്കിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. നമ്മളുടെ മെയിൻ ലക്ഷ്യം ഒരു ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ്. സോ ഞങ്ങൾ അവിടുത്തെ മെനു ഒക്കെ നോക്കി. അതിൽ ചിക്കൻ, മട്ടൻ, ബീഫ്, പ്രോൺസ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഒരു പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവസാനം നല്ല ചൂടുള്ള പ്രോൺസ് ബിരിയാണി എത്തി ഗൈസ്. ബിരിയാണിയുടെ കൂടെ തന്നെ നാനും ബട്ടർ ചിക്കനും ഞങ്ങൾ ഓർഡർ ചെയ്തു ഗൈസ്. ബിരിയാണിയുടെ കൂടെ പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ട് ഞാൻ പപ്പടം കാണുന്നു ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഒരു പബ്ബിലേക്കാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാനൊരു പബ്ബിൽ പോകുന്നത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു ആ പബ്ബിൽ. കയറി ചെല്ലുമ്പോൾ തന്നെ കുറെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കുപ്പികളും. ഞാൻ നൈസായിട്ട് അതിന്റെ വീഡിയോസ് എല്ലാം എടുത്തു. ആ സമയത്ത് ശ്രീനി അവിടെ നിന്ന് എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അയർലൻഡിന്റെ ഫേമസ് ആയ ഗിന്നസ് എന്ന ബിയറും പിന്നെ ഒരു കോക്ടെയിലും ആണ് ശ്രീനി ഓർഡർ ചെയ്തത്. ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു മൂലയ്ക്ക് പോയി സീറ്റ് പിടിച്ചു. എന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഒക്കെ നോക്കി വായും പൊളിച്ചങ്ങിരുന്നു ഗൈസ്. പതിയെ എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഞങ്ങൾ നന്നായി തന്നെ സെലിബ്രേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. Okay guys, bye bye. See you in another video.